ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയല്ലേ? ഇതെൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ബീഫ് കൊണ്ട് തന്നിനേനു. അപ്പം പെട്ടെന്ന് വിചാരിച്ച് ഇപ്രാവശ്യം ചക്ക തന്നിട്ടില്ല, കുറച്ച് ചക്ക ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ആ ബീഫ് ചെറുതായിട്ട് മുറിച്ച് ഈ ഒരു കയ്യിൽ പിന്നെ മസാലപ്പൊടിയും ബീഫ് മസാലപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞളും ചേർത്തിട്ട് നല്ലോണം ഇതുപോലെ കുഴച്ചെടുത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല, ഒന്ന് വേവിക്കാൻ വെച്ച്. ഇതിൻ്റെ മേലെ ഇത് പതച്ച് തൂവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൂടി ഇട്ടെടുത്ത് പെട്ടെന്ന് വേവുകയും ചെയ്യും. ഒരു അഞ്ച് വിസിൽ. പിന്നെ വേറൊരു കുക്കറിൽ കുറച്ച് ചക്കക്കുരു മേലത്തെ തൊലി മാത്രം പൊളിച്ചിട്ട് അത് വേവാൻ വെച്ചിട്ടുണ്ട്. ചക്ക മോള് മുറിച്ചിട്ടെന്ന്, അതുകൊണ്ട് പെട്ടെന്ന് പണിയായി. നല്ല വിശപ്പുണ്ടേനും ഉച്ച സമയേനും. ഈ ബാക്കിയുള്ള ചേരുവകൾ ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, അതെല്ലാം വേണം നമുക്ക്. പിന്നെ ചക്കക്കുരിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വേഗം ആവാൻ വേണ്ടിയിട്ടാണ്. നല്ല വിശപ്പാണ്. കുറച്ച് മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വേവിക്കാൻ വെക്കുക. പിന്നെ നമ്മൾ ബീഫ് ഒന്ന് 5 വിസിൽ വന്നൊന്ന് തുറന്ന് നോക്കട്ടെ. അത് മൂടിയിലൊന്നും ആയിട്ടൊന്നുമില്ല, സൂപ്പറാണ്. ആ സ്പൂൺ ഇട്ടെടുക്കുന്നതുകൊണ്ട് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒന്ന് തണിഞ്ഞാൽ ഒന്ന് നോക്കാം. ഉണ്ടാ, ഞാൻ വെള്ളമൊന്നും വെച്ചിട്ടില്ല, പക്ഷേങ്കിൽ അതിൽ വെള്ളമുണ്ട്. ബീഫ് ഞാനൊന്ന് തുറന്ന് വെച്ചതാണ്. ഇത് വെന്തോ ഇല്ലയോ നോക്കിയിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇനി ചക്കക്കുരു വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കുക, വിസിലിട്ട് കൊടുക്കുക. ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ വേവിച്ചെടുക്കുക. നമ്മൾ ബീഫ് തണിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഇത് വെന്തോ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി അതിലൊന്നും കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ വലിയ ഉള്ളി ഞാൻ 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് വെളിങ്ങനെ തന്നെ മുറിച്ചിട്ടത്. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം നമ്മളൊന്ന് അരച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക. ഇതൊന്ന് തൊലിയെല്ലാം പൊളിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ചതച്ചിട്ടെടുക്കുക. നമുക്ക് എന്നിട്ട് ബീഫിലിട്ട് കൊടുക്കണം. പിന്നെ ചക്ക അങ്ങനെ തന്നെയാണ് എടുത്തേ. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് അതങ്ങ് അലിഞ്ഞു പോവും. കുറച്ച് പച്ചമുളക്, ഒരു 6-8ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ ചതച്ചെടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും ബീഫിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി ഇതിനൊന്ന് വിസിൽ അടിച്ചെടുക്കുക. പിന്നെ കൂടെ തന്നെ വെല്ലുവിളി ഇതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് തക്കാളി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ഈ ബീഫ് വേവിക്കുന്നേരം ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 3 വിസിലിന് വേവിക്കുക. അപ്പോൾ ആ ഉള്ളിയെല്ലാം നല്ലോണം വെന്ത് നല്ലോണം അലിഞ്ഞോളും. ഉള്ള കുരു നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. മഞ്ഞളൊന്നും കാണുന്നൊന്നുമില്ല, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്ക ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ അങ്ങോട്ട് കൊടുത്താൽ മതി. അത് വെന്ത് വരുമ്പോഴേക്ക് നല്ലോണം അങ്ങനെ നമുക്കിപ്പോൾ നമ്മൾ ചക്ക പുഴുക്കല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ മുറിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതങ്ങ് വെന്തങ്ങ് മിക്സ് ആയിക്കോളും. ഒരു ഇളം മധുരം വേണം ചക്ക പുഴുക്കുണ്ടാക്കുന്നേരം. ഇത് നല്ല മൂത്ത ചക്കയാണ്. പിന്നെ കുരു ഞാൻ അന്നേരമുള്ള കുരുവെല്ലാം എടുത്തത്, കുറച്ച് മുമ്പുള്ള കുരു എടുത്ത്. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തിളക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും.
2 കുക്കറും ഒരുപോലെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വേഗം ആവട്ടെ. വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഡിലേ ആവുന്നത്. ബീഫിൽ വെള്ളം നല്ലോണം പാകമായി വറ്റി വന്നിട്ടുണ്ട്. ഞാനിത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒത്തിരിയും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി ഇനി വിസിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, വെള്ളമെല്ലാം വറ്റിപ്പോയി. ഇത്തിരി കൂടി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലും കൂടി വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് കുറവാണ്, ഇത്തിരി ഉപ്പ് ഇനി ഇട്ടുകൊടുത്തത്. പിന്നെ കറിവേപ്പില ഇട്ടുകൊടുത്ത് നമ്മളെ ചക്ക നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിനെ നല്ലോണം ഉടച്ചെടുക്കാം. നമുക്ക് നല്ലൊരു മണമുണ്ട്. ചക്ക ആദ്യമായിട്ട് തിന്നുന്നത്. ഇപ്രാവശ്യത്തെ ചക്ക കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാണ് തിന്നുന്നത്. ചക്ക കുറേ ഉണ്ട്, പക്ഷേങ്കിൽ പറിക്കാൻ ആളില്ല. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറേ ആൾ വേണം, തിന്നാനും ആളില്ല. ഇതിൽ നമ്മൾ തേങ്ങ കുറച്ച് പെരിഞ്ചീരകെല്ലാം കൂട്ടിയിട്ട് ഒതുക്കിയിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാൻ ബീഫ് ആയതുകൊണ്ട് വേറെ തേങ്ങയൊന്നും ചേർത്തൊന്നുമില്ല. ഇത്രയും കൂടി ഉപ്പ്, ചക്കയിൽ ഉപ്പ് കുറവാണ്, ഇത്രയും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ ബീഫും അതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ബീഫും ഗ്യാസാണ്, ചക്കയും ഗ്യാസാണ്. കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ചക്ക റെഡിയായി. ഇനി ഒരു വാഴയില വെട്ടി ചോറ് വയ്ക്കട്ടെ. ബൈ.